നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മളൊരു കർമ്മം തുടങ്ങാൻ പോവാണ്. നമ്മളൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഈ യോഗ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ശരീരം, മനസ്സ്, ബുദ്ധി, ഈശ്വരൻ. ശരീരത്തെ മനസ്സുമായിട്ടും മനസ്സിനെ ബുദ്ധിയായിട്ടും ബുദ്ധിനെ ഈശ്വരനുമായിട്ടും കണക്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഒരു പാവനമായ കർമ്മത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ആ കാര്യം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിച്ചോ ആ ദൈവത്തിനെ ഒന്ന് സ്മരിക്കുക. ആ ദൈവത്തിനെ സ്മരിച്ചുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ഗുരുപരമ്പരകളെ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓം ഗുരുർ ബ്രഹ്മോ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തായേന ചരാചരം താത്പദം ദാർശിതം യേനം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അപ്പോൾ നമുക്ക് യോഗയുടെ ആദ്യത്തെ സ്റ്റെപ്പായ നമ്മൾ ആദ്യം ശരീരത്തെ ഒരു വഴക്കത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് യോഗയുടെ ഒരു പരിസമാപ്തിയിലേക്ക് നമ്മളത് പതുക്കെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അവിടത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെയൊക്കെ എല്ലാ ജോയിൻസിനും ഒരു മൂവ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നിങ്ങളെവിടെയാണോ കസേരയിൽ ഇരിക്കുന്നവരാണെങ്കിൽ കസേരയിൽ, അല്ലെങ്കിൽ ഇതുപോലെ മാറ്റ് വിരിച്ചിരിക്കുന്നവരാണോ അല്ലെങ്കിൽ കട്ടിലിരുന്ന് ചെയ്യുന്നവരാണോ അവർ വെറും നിലത്ത് ഇരുന്ന് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് രണ്ട് കൈയും പുറകിൽ ഒന്ന് റിലാക്സിൽ ഇരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയാണോ ക്ഷീണവും തളർച്ചയും തോന്നുന്നത് അവിടെ വെച്ച് നിങ്ങൾ ശവാസനത്തിൽ വിശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ കാലിൻ്റെ വിരൽ നമ്മൾ ഒന്ന് മടക്കുന്നു, പിന്നെ നീർക്കുന്നു, വിരൽ മടക്കുന്നു, നീർക്കുന്നു, വിരൽ മാത്രം. ഈ വിരൽ മടക്കവും നീർക്കവും ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ശ്വാസം ഇത് അകത്തോട്ട് മടക്കുമ്പം ശ്വാസം എടുക്കുക, നിവർത്തുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ എല്ലാം ഒരു 20 റൗണ്ട് വെച്ചാണ് ചെയ്യുന്നത്. 1 2 3 ശ്വാസം അകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക, അകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. 9 10 11 12 13 14 15 16 17 18 19 20 എടുത്തതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യുക. ഒന്ന് കാലൊക്കെ ഒന്ന് അലക്കി ഒന്ന് വിശ്രമിക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക. റിലാക്സ്. നമ്മുടെ ശ്രദ്ധ എപ്പോഴും ശ്വാസത്തിലായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഏത് അവയവത്തിലാണോ നമ്മൾ യോഗ ചെയ്യുന്നത് ആ ഒരു അവയവത്തിലും ശ്രദ്ധ കൊടുക്കുക, ശ്വാസത്തിലും ശ്രദ്ധ കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ കാലിൻ്റെ ഈ മടമ്പ് മാത്രം ഇങ്ങനെ അകത്തേക്ക് വലിക്കുക. അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുന്നു, താഴേക്ക് വിടും, ശ്വാസം വിടുന്നു, ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു. നമ്മളിത് അകത്തേക്കും പുറത്തേക്കും 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിശ്രമിക്കുക. നോർമൽ വിശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്വാസത്തിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ശ്വാസം അകത്തേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. ശ്വാസം അകത്തേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. ഒന്ന് കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. കാലൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് മസിലൊക്കെ ഒന്ന് മാലിഷൊക്കെ ചെയ്ത് ഒന്ന് വിശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളെവിടെയാണോ അവിടെ ഒന്ന് മുട്ടിന് വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസാണ്.
ഇതിന് പറയുന്ന പേര് കാക നടത്തം എന്നാണ്. കാക നടത്തം. കാക്ക എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ നമ്മൾ നടക്കും. കൗവാച്ചാൽ എന്ന് പറയും ഹിന്ദിയിൽ ഇതിന്. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു കാലെടുത്ത് മുന്നോട്ട് വെക്കുന്നു, മറ്റേ കാല് ഇത്. നമ്മുടെ നട്ടെല്ല് നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കാം. ഇത് പതുക്കെ 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇത് 20 ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 10 ചെയ്താൽ മതി. 10 ചെയ്തിട്ട് എവിടെയാണോ അവിടെ വിശ്രമിക്കുക. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടർഫ്ലൈ എന്ന് പറയും. ബട്ടർഫ്ലൈ 2 കാലും ഇവിടെ അടുത്തോട്ട് ചേർത്ത് വെച്ചിട്ട് 2 കാൽമുട്ടുകളും ഇങ്ങനെ താഴോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇത് ബട്ടർഫ്ലൈ പൊസിഷൻ. ഓക്കെ. ഇത് ചെയ്തുകൊണ്ട് ഒരു 20 തവണ ഇതും ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇത് കഴിഞ്ഞ് വീണ്ടും കാലൊക്കെ ഒന്ന് ഇളക്കി റിലാക്സ് ചെയ്ത് വിശ്രമിക്കുക. യോഗ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ഷീണമോ തളർച്ചയോ ഒന്നും തോന്നാൻ പാടില്ല. നമ്മൾ പൂർണ്ണമായിട്ടും റിലാക്സ് ആയിരിക്കണം. എപ്പോഴും റിലാക്സ് മോഡ്. ശ്വാസം അകത്തേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. ശ്വാസം അകത്തേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. ഇത് നമ്മൾ കാലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നട്ടെല്ലിന് വേണ്ടിയിട്ടുള്ള ഒരിതാണ്. അപ്പം അതിന് നമ്മൾ എവിടെയാണോ അവിടെ നിവർന്ന് കിടക്കുക. എന്നിട്ട് ഇത് ചേർത്ത് പിടിക്കുക. കാല് എന്നിട്ട് പൊങ്ങുക, താഴുക. 5 6 7 8 9 10 11 12 കണ്ടിന്യൂ 16 17 18 19 20. ഓക്കെ. ഇനി 2 മിനിറ്റ് വിശ്രാമം. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൈയുടെ റൊട്ടേഷനാണ്. കൈ ഒന്ന് മുന്നിലൂടെ എടുത്ത് പുറകിലൂടെ 1 2 3 4 5 6 7 8
9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഓപ്പോസിറ്റ് സൈഡ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 20 ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക. കൈകൾ മടിയുടെ മുകളിൽ വെച്ച് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധ ശ്വാസത്തിലായിരിക്കണം. നമ്മുടെ ശരീരത്തിനകത്തേക്ക് പൂർണ്ണമായി ശുദ്ധ പ്രാണനകത്തേക്ക് ചെല്ലുന്നു, അശുദ്ധ പ്രാണൻ പുറത്തേക്ക് പോകുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും ശ്വാസം ചെന്ന് അവിടെയുള്ള ടോക്സിക് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ട് സങ്കല്പിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മളിപ്പം കാലിൻ്റെ മുതൽ തുടങ്ങി തുട, അരക്കെട്ട് ഇതെല്ലാം കഴിഞ്ഞ് നട്ടെല്ല്, കൈയിടത് കഴിഞ്ഞു. ഇനി ഈ ജോയിൻറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് അകത്തേക്ക് പുറത്തേക്ക്, അകത്തേക്ക് പുറത്തേക്ക്. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അതിനുശേഷം വിശ്രമിക്കുക. അടുത്തതായിട്ട് ഈ റിസ്റ്റിൻ്റെ ജോയിൻ്റ്, 2 റിസ്റ്റ്, അത് 10 തവണ അങ്ങോട്ട് പിന്നെ 10 തവണ ഓപ്പോസിറ്റ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നെ ഓപ്പോസിറ്റ് സൈഡ് 11, 12, 13, 14, 15, 16, 17, 18, 19, 20. റിലാക്സ്. അത് കഴിഞ്ഞ് കുറച്ച് സമയം വിശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് 5 തവണയാണ് ചെയ്യുക. അകത്തോട്ടും പുറത്തോട്ടും, അകത്തോട്ടും പുറത്തോട്ടും 5. പിന്നെ മുകളിൽ താഴെ, മുകളിൽ താഴെ, മുകളിൽ താഴെ, മുകളിൽ താഴെ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൈ പുറകോട്ട് മാക്സിമം ഇങ്ങനെ വലിക്കുക, എന്നിട്ട് താഴോട്ട് കൊണ്ടുപോകുക. മുകളിലോട്ട്, താഴോട്ട്, സൈഡിലേക്ക്, അകത്തേക്ക്, സൈഡിലേക്ക്, അകത്തേക്ക്. ഇത് അടുത്തതായിട്ട് നമ്മൾ പതുക്കെ കൈയുടെ ഒരു എക്സസൈസ് കൂടിയുണ്ട്. ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് നേരം വിശ്രമിക്കുക. അടുത്ത ആസനത്തിലേക്ക് നമുക്ക് കടക്കാം. ശ്വാസം എടുത്തുകൊണ്ട് കൈമുട്ടി ചുരുട്ടി പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് തുറക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈമുട്ടി ചുരുട്ടുക, തുറക്കുക. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18,
19, 20. റിലാക്സ്. കുറച്ച് നേരം ശ്രമിക്കുക, റിലാക്സ് ചെയ്യുക. അടുത്തതായിട്ട് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴുത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസാണ്. കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മളിവിടുന്ന് കൈയുടേതും കാലിൻ്റെതും ശരീരത്തിൻ്റെ ഓരോ അവയവത്തിലേക്കുള്ള ജോയിൻസിനുള്ള എക്സസൈസ് നമ്മൾ ചെയ്ത് ഇത് വെറും വാമപ്പ് മാത്രമാണ്. നമ്മളിപ്പോൾ യോഗയൊന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല. ഇത് ശരീരത്തെ ഋതത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ശരീരം ഒരു വഴക്കമുള്ളതാക്കി എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോ ആസനങ്ങളും ചെയ്യാൻ പാടുള്ളൂ. അത് ആസനങ്ങൾ ഓരോന്നും ചെയ്ത് അതൊരു ഡെവലപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അടുത്ത പ്രാണായാമം സ്റ്റേജിലേക്കൊക്കെ കടക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ശരീരത്തെ ഒന്ന് വഴക്കത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഈ എക്സസൈസ് മാത്രം നമ്മൾ കഴുത്തിൻ്റെ ശ്വാസം എടുത്തുകൊണ്ട് താഴേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് താഴേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് മുകളിലേക്ക്. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 20 തവണ ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് കുറച്ച് നേരം വിശ്രമിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഇരുവശങ്ങളിലേക്കും കഴുത്തിനെ ചരിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് സൈഡിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക്. ആറ്, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അടുത്തതായിട്ട് കഴുത്തിന്, നമ്മുടെ കഴുത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കുള്ള സന്ദേശങ്ങൾ പോകുന്നതും നാഡീഞരമ്പുകളും ഒക്കെ കടന്നു പോകുന്ന ഈ കഴുത്തിൻ്റെ ഇതിലെ കൂടി. അപ്പം ഈ കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സ് നല്ല, കഴുത്തിൻ്റെ ഇതൊക്കെ സ്ട്രോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും നല്ല ശരീരത്തിനെല്ലാം നല്ല ബലം കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കഴുത്തിൻ്റെ ഒരിത് പുറകിലേക്ക് നോക്കണം. നമ്മുടെ നട്ടെല്ല് കാണുന്ന രീതിയിൽ പുറകിലേക്ക് നോക്കുക. അവിടെ തിരിച്ച് വീണ്ടും ഈ സൈഡിലെ കൂടി നോക്കുക. അപ്പോൾ പുറകുവശം കാണുന്ന രീതിയിൽ നോക്കണം. ഇതും 20 തവണ ചെയ്യുക. ഒരു സൈഡിലേക്ക് ശ്വാസം എടുക്കുക, മറ്റേ സൈഡിലേക്ക് ശ്വാസം വിടുക, വീണ്ടും ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. പുറകുവശം കാണുന്ന രീതിയിൽ നോക്കണം. 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അടുത്തതായിട്ട് ശ്വാസം ഇത് 10 തവണ
ഒരു സൈഡും 10 തവണ ഓപ്പോസിറ്റ് സൈഡും ചെയ്യണം. നമ്മൾ ഈ സൈഡിൽ തുടങ്ങിയിട്ട് ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ നെഞ്ചിലൂടെ കഴുത്തുരസിയിട്ട് ഇപ്പുറത്തെ സൈഡിലൂടെ വന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് പുറകിലൂടെ ഇന്ന് ശ്വാസം എടുത്തുകൊണ്ട് ഈ സൈഡിലൂടെ ചുറ്റിലും നെഞ്ചിലൂടെ അരസിക്കൊണ്ട് പോകണം. ശ്വാസം വിടുക, ഇന്ന് ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. 5 6 7 8 9 10. ഓക്കെ. ഇനി ഓപ്പോസിറ്റ് സൈഡ്, ഈ സൈഡിൽ തുടങ്ങി ശ്വാസം എടുത്തുകൊണ്ട് പുറകിലൂടെ ശ്വാസം വിട്ടുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് 2 3 4 5 6 7 8 9 10. ഓക്കെ. ഇനി അല്പനേരം വിശ്രമിക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ശ്രദ്ധ വേറെയും പോകരുത്. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഈ ഓരോ ആസനവും ചെയ്യുമ്പം റിലാക്സ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ വേണ്ടി. നമ്മുടെ ശരീരത്തിന് വേദനയോ വിഷമങ്ങളോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തിയേക്കണം. നമ്മൾ ശരീരത്തിന് എന്തെങ്കിലും ഒരു തളർച്ചയോ വേദനയോ ബുദ്ധിമുട്ടോ തോന്നുന്ന സമയത്ത് നമ്മൾ ശവാസനത്തിൽ വിശ്രമിക്കുക. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ കണ്ണിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പുരികത്തിൻ്റെ മുകളിലേക്ക് നോക്കുക. കണ്ണ് താഴേക്ക് മൂക്കിൻ്റെ അറ്റത്തേക്ക് നോക്കുക. മുകളിലേക്ക് നോക്കുക, താഴേക്ക് നോക്കുക, മുകളിലേക്ക് നോക്കുക, താഴേക്ക് നോക്കുക, മുകളിലേക്ക് നോക്കുക, താഴേക്ക് നോക്കുക, മുകളിലേക്ക് നോക്കുക, താഴേക്ക് നോക്കുക. 10 തവണ. ഇനി 2 വശങ്ങളിലേക്ക്. ഇതും 10 തവണ ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. സൈഡിൽ മുകളിൽ, സൈഡിൽ താഴെ, സൈഡിൽ മുകളിൽ, സൈഡിൽ താഴെ, മുകളിൽ, സൈഡിൽ താഴെ, സൈഡിൽ മുകളിൽ, സൈഡിൽ താഴെ, സൈഡിൽ മുകളിൽ, താഴെ, സൈഡിൽ താഴെ. റൊട്ടേറ്റ് ചെയ്യുക. പിന്നെ ഓപ്പോസിറ്റ് സൈഡ്. പിന്നെ നമ്മുടെ ഈ ചുണ്ടുവിരൽ ഇവിടെ വെച്ചിട്ട് അതിനെ അടുത്തേക്ക് നോക്കുക. വീണ്ടും അകലേക്ക് നോക്കുക. വീണ്ടും ഇത് അടുത്ത് കൊണ്ടുവരിക. ഇവിടെ കുറച്ച് നേരം നോക്കുക. പിന്നെ നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ദൂരെയുള്ള ഒബ്ജക്റ്റിലേക്ക് നോക്കുക. പിന്നെ വീണ്ടും ഇതിലേക്ക് നോക്കുക. ദൂരെയുള്ള ഒബ്ജക്റ്റിലേക്ക് നോക്കുക, വീണ്ടും ഇതിലേക്ക് നോക്കുക. ദൂരെയുള്ള ഒബ്ജക്റ്റിലേക്ക് നോക്കുക, വീണ്ടും ഇതിലേക്ക് നോക്കുക. ഇതിങ്ങനെ ഇതിന് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് മാക്സിമം എത്ര കാണാൻ പറ്റുന്നോ നോക്കുക. കഴുത്തനക്കരുത്. അടുത്തത് ഈ വിരൽ വെച്ചിട്ട് ഓക്കെ. അപ്പം ഇതാണ് നമ്മളിപ്പം ശരീരം നമ്മുടെ ഒന്ന് വാമപ്പായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നൗകാസനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നൗകാസനത്തിൽ നിങ്ങൾ എവിടെയാണോ അവിടെ നിവർന്നങ്ങ് കിടക്കുക. നിവർന്ന് കിടന്നതിന് ശേഷം
കൈ മുകളിലേക്ക് കൊണ്ടുപോവാം. എന്നിട്ട് പതുക്കെ താഴത്തേക്ക് കൊണ്ടുവരിക. തുടയുടെ മുകളിൽ വെക്കുക. കാല് പതുക്കെ പൊക്കുക. കയ്യും പൊക്കുക. റിലാക്സ്. ശവാസനത്തിൽ വിശ്രമിക്കുക. വീണ്ടും ഒരിക്കൽ കൂടി നൗകാസനം ചെയ്യാം. രണ്ട് കൈയും ഉയർത്തി തുടയുടെ മുകളിൽ വെക്കുക. കാല് ചേർത്ത് വെച്ച് പതുക്കെ പൊങ്ങുക. റിലാക്സ്. ശവാസനത്തിൽ വിശ്രമിക്കുക. വിശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ശ്വാസത്തിലായിരിക്കണം. ഒരിക്കൽ കൂടി നൗകാസനം ചെയ്യാം. കൈകൾ ഉയർത്തി പുറത്തോടയുടെ മുകളിലേക്ക് വെച്ച് കാലുകൾ ചേർത്ത് പതുക്കെ പൊങ്ങുക. റിലാക്സ്. ഓക്കെ. പിന്നെ നമ്മളെപ്പോഴും കടന്നു കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വലത് കൈ മുകളിലേക്ക് കൊണ്ടുപോകാം. ഇടത് കൈ വശങ്ങളിലേക്ക് കുത്തിയിട്ട് ചെരിയുക. എന്നിട്ട് ഒരു കാല് മടക്കിയിട്ട് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് കാല് മടക്കി പതുക്കെ മറ്റേ കാലിങ്ങനെ മടക്കി ഒരു കൈ കുത്തി, രണ്ട് കൈയും കുത്തി പതുക്കെ എഴുന്നേറ്റ് ഇരിക്കാൻ പാടുള്ളൂ. ഒരിക്കലും ചാടി എഴുന്നേൽക്കരുത്. ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഇന്ന് നമ്മൾ ചെയ്തത് ആകെ ഒരാസനം മാത്രമാണ്, നൗകാസനം. നമുക്ക് നാളെ ഇതേ സ്റ്റെപ്പ് തുടർന്നുകൊണ്ട് ഓരോ ആസനങ്ങൾ നമുക്ക് ഡെയിലി പരിശീലിക്കാം. ഈ നമ്മുടെ തലയും നമ്മുടെ കാലിൻ്റെ അറ്റും ഇതെല്ലാം ഒരു നേർരേഖയിലാണ് വരേണ്ടത്. കൈയും നമ്മുടെ കാലും തലയും ഇതൊക്കെ ഒരു നേർരേഖയിൽ വരണം. ഓക്കെ. അപ്പോൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നൗകാസനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹിപ്പ് മാത്രമേ തറയിൽ സ്പർശിക്കാൻ പാടുള്ളൂ. ബാക്കി എല്ലാ അവയവവും മുകളിൽ ഉയർന്നിരിക്കണം. പറ്റുന്നവർ ചെയ്താൽ മതി. പതുക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി. എത്രയാണോ പൊങ്ങുന്നത് അത്രയും നിങ്ങൾ പൊങ്ങിയാൽ മതി. പതുക്കെ നമുക്കത് കൂട്ടി കൊണ്ടുവരാം. പിന്നെ അതിൻ്റെ ദൈർഘ്യവും നമുക്ക് പിന്നീട് കൂട്ടി കൊണ്ടുവരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് ഇത് തന്നെയാണ്. ഇനി നമ്മൾ ഈ ചെയ്ത ഓരോ നമ്മൾ ജോയിൻസിനൊക്കെ ചെയ്ത സംഭവങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി ചെയ്യാം വേണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് അടുത്തത് പ്രാണായാമം ചെയ്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. പ്രാണായാമം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഈ മുട്ട് രണ്ടും പദ്മാസനത്തിലോ ഏത് സുഖാസനത്തിലോ എങ്ങനെ വേണമെങ്കിലും ഇരിക്കുക. സുഖാസനത്തിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുക. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കുക. ഇരുന്നതിന് ശേഷം ഒന്ന് പുറകിലേക്ക് ഒന്ന് തിരിയുക. അതിനുശേഷം വീണ്ടും ഈ വശത്തൂടെ ഒന്ന് തിരിയുക. വീണ്ടും ഈ വശത്തൂടെ ഒന്ന് തിരിയുക. ഒരു 3 തവണ ചെയ്യുക. അതിനുശേഷം ബോഡി റൊട്ടേറ്റ് ചെയ്യുക. ഇതൊരു 5 തവണ ചെയ്യുക. ഓപ്പോസിറ്റ്. ഓ 5 തവണ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് നാഡീശോധന പ്രാണായാമം നമുക്ക് ചെയ്യാം. അൺലോം വിലോം. അത് ഒരു മൂക്കിലൂടെ ശ്വാസം എടുത്ത് മറ്റേ മൂക്കിലൂടെ വിടുന്നതാണ്. വീണ്ടും അത് ചെയ്യാം. ഓക്കെ. അതിന് മുന്നേ ആയിട്ട് നമുക്ക് കൈ ഒന്ന് മുകളിലേക്ക് ഉയർത്തിയിട്ടൊന്ന് നട്ടലൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക. ഓക്കെ. ഓക്കെ. ഇനി നാഡീശോധന പ്രാണായാമം ചെയ്യാം. അത് നാഡീശോധന പ്രാണായാമം ചെയ്തിട്ട്
നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കണ്ടിന്യൂ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഒരു മൂക്കിലൂടെ ശ്വാസം എടുക്കുക, മറ്റേ മൂക്കിലൂടെ വിടുക, മറ്റേ മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വിടുക. കണ്ടിന്യൂ യുവർ ഓൺ ടൈം. ഓക്കെ.